കൊച്ചി ബോൾഗാട്ടി പാലസിൽ നിന്നും ഇടുക്കി മാട്ടുപ്പെട്ടിയിലേക്ക് ഇനി ജലവിമാനത്തിൽ പറക്കാം. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന്റെ കുതിച്ചുചാട്ടത്തിന് വേഗത പകരാൻ സീപ്ലെയിൻ പദ്ധതി വരുന്നു. മൊബൈൽ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസ് പോസ്റ്റ് ഡിസ്റ്റിങ്ഷൻ വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് നവോന്മേഷം പകരുന്ന ടൂറിസം സ്വപ്നങ്ങളുടെ പുതുച്ചിറകുമായി കൊച്ചി കായലിൽ നിന്ന് പറന്നുയർന്ന കേരളത്തിന്റെ ജലവിമാനം മാട്ടുപ്പെട്ടിയിലെ നീലത്തടാകത്തിൽ പറന്നിറങ്ങി. കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന 19 പേർക്ക് യാത്ര ചെയ്യാവുന്ന കനേഡിയൻ കമ്പനി ഡി ഹാവില്യൻസ് കാനഡയുടെ ആംഫിബിയൻ വിമാനം പറന്നുയരുന്നത് കാണാൻ നൂറുകണക്കിന് പേരാണ് ബോൾഗാട്ടി പാലസിലും മാട്ടുപ്പെട്ടിയിലും എത്തിയത്. വിമാനം ഫ്ലാഗ് ഓഫ് ചെയ്ത ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനൊപ്പം മന്ത്രിമാരായ പി. രാജീവ്, വി. ശിവൻകുട്ടി, മേയർ എം. അനിൽകുമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ സീപ്ലെയിനിൽ അല്പനേരം യാത്ര ചെയ്തു. ശേഷം കൊച്ചി ബോൾഗാട്ടി പാലസ് വാട്ടർഡ്രോമിൽ നിന്ന് രാവിലെ 10:25 പരീക്ഷണ പറക്കൽ ആരംഭിച്ചത്. 10:55 മാട്ടുപ്പെട്ടിയിലെത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ, എം. മണി MLA, ദേവികുളം സബ് കളക്ടർ BM ജയകൃഷ്ണൻ, ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ S. നന്ദകുമാർ എന്നിവർ ചേർന്ന് വരവേൽപ്പ് നൽകി. കനേഡിയൻ പൗരന്മാരായ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഡാനിയൽ മോൺഗോമറി, പൈലറ്റ് റോഡ്ജർ ഫ്രെഞ്ചർ എന്നിവരെ മാലയിട്ട് സ്വീകരിച്ചു. യോഗേഷ് ഗാർഗ്, സന്ദീപ് ദാസ്, സയ്യദ് ഖമ്രാൻ, മോഹൻ സിംഗ് എന്നിവർ ക്രൂ അംഗങ്ങളായിരുന്നു. അഡ്വക്കേറ്റ് A. രാജ MLA-യും ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ എന്നിവരും വിമാനത്തിലുണ്ടായിരുന്നു. പകൽ 12:30 കൊച്ചി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ വിമാനം 12:30 അഗത്തിയിലേക്ക് മടങ്ങി. സ്പൈസ് ജെറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു സർവീസ് നടത്തിയത്. കൊച്ചി കായലിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പറന്നുയർന്ന സീപ്ലെയിനിന് റൺവേ വേണ്ട. വെള്ളത്തിലൂടെ ടേക്ക് ഓഫ്, റൺവേ വേണമെന്നില്ല. വെള്ളത്തിലൂടെ നീങ്ങി ടേക്ക് ഓഫ്, ജലത്തിൽ തന്നെ ലാൻഡിംഗ്. 9, 15, 20, 30 സീറ്റുകളുള്ള ചെറിയ വിമാനങ്ങളാണിത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാട്ടർ ഡോമുകളിലൂടെയാണ് യാത്രക്കാർ കയറുക. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി പദ്ധതിക്ക് കീഴിലുള്ള സീപ്ലെയിൻ സർവീസാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ഇതുപ്രകാരം നിരക്കുകളിൽ ഇളവുകൾ ഉണ്ടാവും. 4 വിമാനത്താവളങ്ങൾ തമ്മിലും വാട്ടർ ഡ്രോമുകളും വിമാനത്താവളങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ അവസരമൊരുക്കും. ജലാശയങ്ങളുടെ നാടായ കേരളത്തിൽ പദ്ധതിക്ക് വലിയ സാധ്യതയുണ്ട്. കൂടുതൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതോടെ കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ശൃംഖലയ്ക്ക് തുടക്കമാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഇത്തരം അത്യാധുനിക സഞ്ചാര മാർഗങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും ഇതുവഴി കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് സുപ്രധാന ഏടായി സീപ്ലെയിൻ സർവീസ് മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ന്യൂസ്, കൊച്ചി. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.